ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനിനൊക്കെ എന്താ വില അല്ലേ? അപ്പൊ നമുക്ക് ഉണക്കമീൻ വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ. പിന്നെ മീനിന്റെ വില മാത്രമല്ലല്ലോ, മഴയായ പിന്നെ മീൻ കിട്ടാനും നല്ല പ്രയാസമാണ്. അപ്പോൾ ഈ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിലേ മീനൊക്കെ നിർബന്ധമുള്ളവർക്കൊക്കെ മീനിന്റെ ടേസ്റ്റ് കിട്ടും. മീൻ തോരൻ മാത്രമല്ല കേട്ടോ, മീൻകറിയും ഉണക്കമീൻ കറി നമ്മൾ തേങ്ങ അരച്ചും മുളകിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഉണക്കമീൻ വെച്ചിട്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഉണക്കമീൻ തോരൻ്റെ ഒരു റെസിപ്പി പറഞ്ഞുതരാം. ഞാൻ കൊച്ചുള്ളി, ഒരു 4-5 കൊച്ചുള്ളിയും ഒരു ചെറിയ സവാളയുടെ പകുതിയും, പിന്നെ പടവലങ്ങ നീളത്തിലരിഞ്ഞത്, ഒരു മുരിങ്ങയ്ക്ക, പിന്നെ ഉണക്കമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത്, പുളി, കറിവേപ്പില, പിന്നെ ഇഞ്ചി, ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയിൽ മഞ്ഞപ്പൊടിയും കുറച്ച് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പടവലങ്ങയും ഉള്ളിയും പച്ചമുളകും മുരിങ്ങയ്ക്കയും പിന്നെ നമ്മുടെ കുടംപുളി ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും, പിന്നെ നമ്മുടെ ഉണക്കമീനും ഒക്കെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഉണക്കമീൻ ചേർക്കുന്നതിന് മുമ്പ് ഇതിട്ട് ഞാൻ ഇളക്കിയെടുത്തേ. നമ്മുടെ ഈ അരപ്പുമായിട്ട് തേങ്ങയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ് ഈ ഉണക്കമീൻ തോരന്. പ്രത്യേകിച്ച് ഈ പടവലങ്ങയൊക്കെ ഇട്ടിട്ടേ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പടവലങ്ങ മാത്രമല്ല, നമ്മുടെ ഈ ചേമ്പൊക്കെ ഇല്ലേ, ചേമ്പും ഇതുപോലെ നീളത്തിലരിഞ്ഞിട്ട് ഉണക്കമീൻ തോരൻ വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമീൻ മതി, നമുക്ക് ഒരുപാട് തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ പടവലങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഉണക്കമീനേ ഉള്ളൂ എങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് ആ ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഉണക്കമീൻ തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി ആദ്യമേ കാണിച്ചിരുന്നല്ലോ, ഇവിടെ കിട്ടുന്ന ഉണക്കമീന് ഉപ്പ് വളരെ കുറവാണ്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തിട്ടു. പക്ഷെ നാട്ടിൽ നമ്മുടെ ഉണക്കമീനൊക്കെ നല്ല ഉപ്പായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ എത്ര ഇതായിട്ടാണെങ്കിൽ പോലും ഉണക്കമീന് വലിയ ഉപ്പുണ്ടാവില്ല, കുറച്ച് ചെറിയൊരു ഉപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വറുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതുപോലെ തോരനും കറിയൊക്കെ വെക്കുകയാണെങ്കിലേ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം, അപ്പോഴേ ഉപ്പ് കറക്റ്റ് ആവാറുള്ളൂ. സാധാരണ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്താലും ഞാൻ പിന്നീട് ഉപ്പുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാറുണ്ട്. കാരണം അത്രയ്ക്ക് ഉപ്പ് കുറവാണ് ഇവിടുത്തെ ഈ ഉണക്കമീന്. അപ്പം അതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ശരിക്കും അത് കൈകൊണ്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സായി കിട്ടും. ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയത്. അപ്പം എന്നിട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം. പെട്ടെന്ന് തന്നെ നല്ല അടിപൊളി ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്താ ഈ വെള്ളം ഉണ്ടോ എന്താന്ന് അറിയണമല്ലോ, ചട്ടിയിൽ അല്ലെങ്കിൽ അടുക്കി പറ്റുമല്ലോ. അപ്പം ഞാൻ നോക്കി, വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് മുരിങ്ങയ്ക്ക് ഒന്ന് വേകാനൊക്കെ ഉള്ള ടൈം വേണമല്ലോ. അപ്പം അതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ മീൻ കിട്ടിയില്ലെങ്കിലേ ഇങ്ങനെയൊന്ന് ഉണക്കമീൻ തോരൻ വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നെയായിരിക്കും ഇത്. എന്നാലും ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ചോറും ഉണക്കമീൻ തോരനും ഞണ്ട് തേങ്ങ വറുത്തരച്ച കറിയുമാണ് ഇന്നത്തെ ഉച്ചയൂണിന്. അപ്പൊ ശരി, ഓക്കെ, ബൈ.